ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ചെയ്തിട്ട് വീഡിയോ കാണണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മാമച്ചൻ രോഹിത്തിനോട് പറയുകയാണ്, ഇവിടെ പെണ്ണുങ്ങളാണ് കൂടുതൽ, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കണം, ഇല്ലെങ്കിൽ ഇവളുമാരെ നമ്മുടെ തല കൊയ്യുന്നു. ഇത് കേട്ട ഉടനെ അലീന ചോദിച്ചു, അവിടെ എന്താണ് ഒരു രഹസ്യം പറച്ചില്? അപ്പോഴത്തേക്കും മാമച്ചൻ കാര്യം പറഞ്ഞു. മാമച്ചൻ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ചോദിച്ചു, ഇവിടെ എന്താ വല്ല വടംവലി മത്സരം നടക്കാൻ പോകുന്നുണ്ടോ? ആഹാ, വേണമെങ്കിൽ അങ്ങനെ നടത്താം അലീന മാമച്ചൻ. അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു, അല്ല രോഹിത്തെ, നമ്മൾ മേടിച്ച സ്വീറ്റ്സ് ഒക്കെ എന്തിയെ? സ്വീറ്റ്സോ എന്ന് മാമച്ചൻ. അപ്പൊ രേവതി ചോദിച്ചു, കേട്ടപ്പോ തന്നെ എന്തൊരു സന്തോഷം. ദേ മാമച്ചനെ ഒരു ഒരു കഷ്ണം പോലും കിട്ടൂന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അലീന പറഞ്ഞു, അത് പിന്നെ സ്വീറ്റ്സ് കഴിക്കാത്തവർക്ക് ആപ്പിളും മുന്തിരിയും ഒക്കെ ഉണ്ട്, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മിക്കവാറും അത് നിന്ന് ജീവിക്കേണ്ടി വരും. ഞാനിവിടെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പൊ നീ ഒന്നും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേടി? പിന്നെ എന്നോട് ആരും വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അപ്പൊ നിന്നോട് ആന്റി പറഞ്ഞില്ലേടി? ആ, ആന്റിയോ ഊന്റിയോ ഒന്നും എന്നോട് പറഞ്ഞില്ല. മിക്കവാറും എല്ലാവരും പട്ടിണി ഇരിക്കേണ്ടി വരും. പട്ടിണി ഇരുന്നോ, എന്നോട് പറഞ്ഞില്ലെങ്കിലേ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. എന്നെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചേനെ. ബിരിയാണി, ചോറ്, ചപ്പാത്തി, ഫിഷ് കറി, ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ബീഫ് ഉലർത്തിയത്, സാമ്പാർ, പുളിശ്ശേരി, തോരൻ, അവിയൽ, രസം, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കില്ലായിരുന്നു. അയ്യോ, ഇത്രവും നീ ഉണ്ടാക്കി വെക്കൂ അല്ലേ? അതെ, മിണ്ടാണ്ടിരിക്കടേ, നീ ഇത്രവും രസമൊന്നും ഉണ്ടാക്കണ്ട, കുറച്ച് രസം മതിയെന്ന്. അപ്പോഴത്തേക്ക് ഗ്രേസി പറഞ്ഞു, ദേ രേവതി, ഇവർക്ക് നീ മുറിയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്ക്, മാത്രമല്ല അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. അപ്പൊ മാമച്ച പറഞ്ഞു, അല്ല ഇവരുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ, പേരൊക്കെ പറഞ്ഞു പരിചയപ്പെടുകയാണെങ്കിൽ. മാമച്ച, ഇതെന്താ മാമച്ച ഇത്രയും പെട്ടെന്ന് മറന്നുപോയെന്ന് ഗ്രേസി. എന്നിട്ട് നമ്മുടെ ഗ്രേസ് തന്നെ പരിചയപ്പെടുത്താണ് കേട്ടോ, ഇതാണ് ബബിത മോള്. ദേ ഇതില്ലേ, ഇത് കൃഷ്ണമോള്. പിന്നെ അവനെ പരിചയപ്പെടുത്തണോ? അത് രോഹിത്. ഇവനെ എനിക്കറിയാം. അപ്പൊ ഇതാണല്ലേ കൃഷ്ണമോള്, ഇതാണല്ലേ ബബിത മോള്. ഓക്കെ, ഇനി ഞാൻ മറക്കത്തില്ല. അപ്പോഴത്തേക്കും ആണെങ്കിൽ രേവതി അവിടെ നിന്ന് പറഞ്ഞു, തെറ്റി എന്ന് പറഞ്ഞ്. പക്ഷെ തെറ്റിയായിരുന്നു കേട്ടോ. കാരണം ബബിതേനെ കൃഷ്ണ എന്നും കൃഷ്ണനെ ബബിത എന്നുമാണ് നമ്മുടെ ഗ്രേസി പരിചയപ്പെടുത്തിയത്. അപ്പോഴത്തേക്ക് രേവതിക്കുട്ടി പറഞ്ഞു, എന്താ ഗ്രേസി ആന്റി ഇത് തെറ്റിപ്പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് കൃഷ്ണ, ഇതാണ് ബബിത. അയ്യോ, ഞാനേ പെട്ടെന്ന് അങ്ങ് മറന്നുപോയെന്നേ. അത് പിന്നെ സാരമില്ല, ഏത് പോലീസുകാരനും ഓരോ അബദ്ധം പറ്റൂലോ. അപ്പം ഗ്രേസി പറഞ്ഞു, അല്ല ഗ്രേസി അല്ല മാമച്ചൻ പറഞ്ഞു, ഭയങ്കര ഓർമ്മശക്തിയാ അല്ലെ ഗ്രേസി നിനക്ക്? അത് പിന്നെ പേരല്ലേ മാറിപ്പോയുള്ളൂ, ആള് മാറിയില്ലല്ലോ. അല്ല, അതെനിക്ക് മനസ്സിലായില്ലല്ലോ ഗ്രേസി പറഞ്ഞേ. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ആദ്യം ഒന്നേ പറയത്തുള്ളൂ, റിപ്പീറ്റ് ഒന്നുമില്ല, പറയുമ്പോ തന്നെ മനസ്സിലാക്കിക്കോണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, എടി ഞങ്ങളെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഒന്ന് കൊണ്ടുപോടി, റൂമൊക്കെ ഒന്ന് കാണിച്ചാടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാബാ കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയും അതുപോലെ തന്നെ മക്കളെ എല്ലാരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ രേവതിക്കുട്ടി. അപ്പൊ രോഹിത് മാത്രം അവിടെ മാറി നിന്നു. അപ്പൊ നമ്മുടെ രേവതിക്കുട്ടി ചോദിച്ചു, രോഹിത്തേട്ടൻ എന്താ അവിടെ നിൽക്കുന്നത്? രോഹിത്തേട്ടൻ എന്താ മാറി നിൽക്കുന്നത്? ഇങ്ങ് വന്നേ, ദേ മാമച്ചനങ്ങളെ കേറ്റി വിട്. ദേ നിങ്ങൾ പെമ്പിള്ളാരുടെ ഇടയിലെ അവൻ വിഷമിക്കും. ആണുങ്ങൾ തന്നെയാ കമ്പനി, നിങ്ങൾ കയറി പൊക്കോട്ടോ. ഓഹോ, അങ്ങനെയാണോ? എന്നാ പിന്നെ അത് തന്നെ അങ്ങ് നടക്കട്ടെ. ബാ ചേച്ചി, നമുക്ക് കയറി പോകാന്ന് പറഞ്ഞു ബബിതേനെയും കൃഷ്ണേനെയും അലീനെയൊക്കെ വിളിച്ചുകൊണ്ട് നമ്മുടെ രേവതി മേളിലേക്ക് കയറിപ്പോയി. അപ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ഗ്രേസി പറഞ്ഞേ, അല്ല മാമച്ച, ഇവനെ ഉണ്ടല്ലോ ഡ്രസ്സൊക്കെ മാറ്റാൻ അങ്ങോട്ട് വിട്. വേണ്ട, ആ പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് കയറിയിട്ട് എന്ത് ചെയ്യാന്? എടാ മോനെ, നിനക്ക് ചെസ് കളിക്കാൻ അറിയാമോ? അറിയാം. ഓ, ഞാൻ രക്ഷപ്പെട്ടു. അപ്പോഴത്തേക്ക് ഗ്രേസി പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ചെസ് ബോർഡിന്റെ മുമ്പിൽ ചെന്ന് ഈ പ്രതിമ പോലെ ഇരുത്താതെ പിള്ളേർ ഇതിലേക്ക് ഓടിച്ചാടി നടക്കട്ടെ. ചുമ്മാ ഇനിയിപ്പൊ ചെസ് ബോർഡ് എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ഇരുത്തി പ്രതിമ പോലെ ഇരുത്തി വേറെ പണിയില്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഓ അങ്ങനെയാണോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ രോഹിതിനെയും കൊണ്ട് മാമച്ചൻ അങ്ങ് പോയിട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതേ യാത്ര പോകുന്ന നമ്മുടെ ബാലചന്ദ്രനെയാണ്. അപ്പം ബാലചന്ദ്രൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ടൊക്കെ പോകുന്നു. തൊട്ടടുത്ത ഗോവർദ്ധൻ ഇരിപ്പുണ്ട്. ഗോവർദ്ധൻ അറിയാതെ ഉറങ്ങിപ്പോയിട്ടോ, അറിയാതെ നല്ല ഉറക്കമാണ് ഗോവർദ്ധനൻ, നല്ല ക്ഷീണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ബ്രേക്ക് പിടിച്ചപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ഗോവർദ്ധൻ ഇങ്ങനെ ഞെട്ടി എണീറ്റത്. അപ്പോഴത്തേക്കും ഗോവർദ്ധൻ ഞെട്ടിയപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പേടിച്ചു പോയോ? പേടിക്കണ്ട, വണ്ടി ഇടിച്ചതൊന്നും അല്ല, ഞാനേ ചെറുതായിട്ടേ ഒന്ന് ചവിട്ടിയതാ, മുന്നേ പോയവനും ചവിട്ടി, അപ്പം പിന്നെ ഞാനും ചവിട്ടണമല്ലോ. അല്ല ബാലേട്ടാ, നമ്മളിതെവിടെ എത്തിയത്? ഇപ്പം നമ്മൾ എത്തിയത് പാലക്കാട് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. തമിഴ്നാട്ടിൽ എത്താറായോ ബാലേട്ട? ഇത് ഒത്തിരി നേരം ആയല്ലോ ബാലേട്ടൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു കാര്യം ചെയ്യാം,
ബാലേട്ട ഞാൻ ഡ്രൈവ് ചെയ്യാം. ഞാൻ ഒത്തിരി അങ്ങോട്ട് ഉറങ്ങിപ്പോയല്ലേ, ബാലേട്ടൊന്ന് വിളിച്ചാൽ പോരായിരുന്നോ? അതിനിപ്പം താൻ നല്ല ഉറക്കമല്ലായിരുന്നോ? നല്ല സുഖമായിട്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നവരെ എന്തിനാ ഞാൻ വെറുതെ എണീപ്പിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബാലേട്ട മടുത്തില്ലേ, മാറ്, ഞാൻ ഓടിക്കാം. മടുക്കാനോ, ഞാൻ ഓടിച്ചോളാന്നേ. ഇനിയിപ്പൊ കുറച്ചല്ലേടാ ഉള്ളൂ, അത് സാരമില്ല. കുറച്ചോ? ദേ ഇനിയൊരു 100-120 കിലോമീറ്ററും കൂടി ഇല്ലേ? അതൊക്കെ ഒരു ദൂരമാണോ ഗോവർദ്ധന? ഇനി എന്തോ ഒരു ഓടാൻ കിടക്കുന്ന തിരിച്ച്. ഇത് ഇത് സത്യം പറഞ്ഞാൽ ഒരു ദൂരമല്ല. അല്ല, പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേസി മാമച്ചനും അതുപോലെ അലീനയും രോഹിത്തും കൃഷ്ണമോളും ബബിതയും രേവതിക്കുട്ടി എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണേ. അപ്പൊ ഫുഡ് കഴിക്കുമ്പം ഈ പറയുന്ന രേവതി നടുക്കായിരിക്കുന്നത്, ഗ്രേസി മാമച്ചനും രണ്ടറ്റത്തായിരിക്കുന്നത്. അപ്പൊ നടുക്ക്, അതായത് ടേബിളിന്റെ നടുക്ക് ഈ കാരണവന്മാരിരിക്കുന്നത് പോലെ ടേബിളിന്റെ നടുക്ക് ഭാഗത്തായിട്ട് കസേര ഇട്ടിട്ട് രേവതിക്കുട്ടി ഇരിക്കുക. അപ്പൊ അലീന ചോദിച്ചു, അല്ലടി നീ ഇതെന്താടി ഇവരുടെ നടുക്ക് കയറി ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ഇവരുടെ നടുക്കല്ല സത്യത്തിൽ ഞാൻ ഇരിക്കേണ്ടതേ ഇവരുടെ തലയിൽ കയറിയായിരുന്നു. ഇന്ന് നടുക്കായി പോയതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗ്രേസി പറഞ്ഞത്, അത് ശരിയാ, നിങ്ങൾ വന്നത് കൊണ്ടാ ഇന്ന് സത്യം പറഞ്ഞാൽ കുറച്ച് സമാധാനം ഞങ്ങൾക്ക് കിട്ടിയത്. സമാധാനം? എന്ത് സമാധാനം? അതിനു മുമ്പ് ഇവിടെ സമാധാനം കിട്ടുന്നില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോ, ഓ കിട്ടുന്നുണ്ടായിരുന്നേ എന്നിങ്ങനെ ഗ്രേസി പറഞ്ഞു. എന്നിട്ട് പതുക്കെ നമ്മുടെ രേവതി വീരാന്ന് വിളിച്ചു കേട്ടോ. അപ്പം അതിനു മുമ്പ് രോഹിത് പറഞ്ഞായിരുന്നു ഇച്ചിരി ഓവർ ആണോ എന്ന് രേവതിക്കുട്ടി. അപ്പൊ അതുകൊണ്ടാണ് വീരാന്ന് വിളിച്ചത്. വീരാന്ന് വിളിച്ചിട്ട് നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു, ദേ വീരന്റെ അത്രയും ഓവർ അല്ല കേട്ടോ ഞാന്. പിന്നെ ദേ വീര ഓവർ ആയാലേ ഈ നാട്ടുകാർ ശ്രദ്ധിക്കത്തുള്ളല്ലേ, അല്ലേ? എനിക്കറിയാം. സോറി, രോഹിത് മേനോൻ അല്ലേ? രോഹിത് ബാലചന്ദ്ര മേനോൻ. ഓക്കെ, അങ്ങനെ വിളിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണ പറഞ്ഞു, രോഹിയേട്ടനുള്ളത് രോഹിയേട്ടൻ തന്നെ ചോദിച്ചു മേടിച്ചെന്ന്. അപ്പൊ നമ്മുടെ അലീനയ്ക്ക് ദേഷ്യം പറഞ്ഞു. അലീന പറഞ്ഞു, രേവതിക്കുട്ടി, എന്തുവാ രേവതിക്കുട്ടി, മര്യാദയ്ക്ക് നിനക്ക് സംസാരിക്കത്തില്ലേ? അപ്പോഴത്തേക്കും ഗ്രേസിയും പറഞ്ഞു, അല്ലേലും ശരിയാ, വന്ന് നാക്കിനൊരു ബ്രേക്കും ഇല്ലെന്നായിന്ന്. അപ്പോഴത്തേക്കും മാമച്ചൻ പറഞ്ഞു, ദേ മോനെ രോഹിതേ, ദേ ഇവള് പറയുന്ന ഒന്നും കാര്യമാക്കി എടുക്കണ്ട, ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കേട്ട് വിട്ടാ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ബബിതയാണെങ്കിൽ, ദേ ഇത്രയും തൊട്ടാവാടി ആവാതെ എന്തിനാ ഇത്രയും തൊട്ടാവാടി ആകുന്നത് രോഹിത്തേട്ടാന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ തൊട്ടാവാടും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അതെ നീ ഒന്ന് മിണ്ടാതിരിക്കും രേവതി, നീ എന്തായി പറയുന്നത്? അപ്പോഴത്തേക്കും രോഹിത് പറഞ്ഞു, അല്ല എന്റെ പൊന്നോ, അവൾ ഇഷ്ടമുള്ളത് പറയട്ടെ, നീ ഈ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ലെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലേ മാമച്ചനങ്കിള് എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ മാമച്ചനങ്കിള് പറഞ്ഞു, കിട്ടി തിരിച്ചു കിട്ടി, ഒന്നാം തരം കട്ടുപ്പത്തിലുള്ള ഒരെണ്ണം കിട്ടിയെന്ന്. അപ്പൊ നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു, ഓ എന്ത് കിട്ടാൻ, ഏതായാലും നാക്കുള്ള ആളാണെന്ന് മനസ്സിലായല്ലോ. നാക്ക് ഞാൻ കണ്ടു, ഏതായാലും ഇപ്പൊ നാക്കുണ്ടെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന ചോദിച്ചു, അല്ല അതൊക്കെ വിട്, ഇതൊക്കെ എപ്പോഴാ ഉണ്ടാക്കിയത്? നീ അല്ലേ പറഞ്ഞത് ഞങ്ങൾ പട്ടിണി കിടക്കുന്നു? ഇവള് ചുമ്മാ പറഞ്ഞതല്ലേ, നീ വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ നിങ്ങൾ വരുന്ന കാര്യം, ഞാനിവിടെ ജീവിക്കേണ്ടതല്ലേ. അതെ ദേ ഇവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാ, ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇവിടത്തെ സർപ്രൈസ് കാലിപാത്രങ്ങളായേനെ. ഇവര് ഫസ്റ്റ് ടൈം അല്ലേ. അപ്പൊ പിന്നെ ഞാന് ഇവരെയും കൂടി ഒന്ന് നോക്കണമല്ലോ, അതുകൊണ്ട് മാത്രമാ ഇത്ര ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചത്. ഇല്ലായിരുന്നെങ്കിലേ ഇവിടെ പാത്രങ്ങൾ മാത്രം നിരന്നിരുന്നേനേന്ന്. അപ്പൊ കൃഷ്ണമോളും ബബിതയൊക്കെ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അലീന പറഞ്ഞല്ല, നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത് മക്കളെ? ഇവളിങ്ങനെ നിർത്താതെ അലച്ചുകൊണ്ടേ ഇരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ നിങ്ങൾ ചാടി കയറി പറഞ്ഞോണം എന്ന്. അപ്പൊ കൃഷ്ണ പറഞ്ഞ, അതിനിപ്പോ എന്താ, ഞങ്ങൾ പറയാലോ, പറഞ്ഞേക്കാം. അപ്പോഴത്തേക്കും ഗ്രേസി ചോദിച്ചു, അല്ല ഇന്നെന്താ പ്ലാന്? രേവതിക്കുട്ടിക്ക് വല്ല പ്ലാനും ഉണ്ടോ? ഉണ്ട്. ബീച്ചിൽ പോകണം, അതുപോലെ കുറെ മാളിൽ പോകണം, പിന്നെ സെക്കൻഡ് ഷോ അത് കാണണം. അല്ല ഇത് വല്ലതും നടക്കുവോ? അപ്പോഴത്തേക്കും മാമച്ച പറഞ്ഞു, പിന്നെ നടക്കും, ഇവളെന്തെങ്കിലും വിചാരിച്ചാൽ അത് നടക്കും. ഇത് എന്റെ പ്ലാനാണേ, എല്ലാവരുടെയും പ്ലാൻ ഒന്ന് നോക്കണം, എല്ലാവരുടെയും സജഷൻസ് നോക്കിയിട്ട് നമുക്ക് വേറൊരു പ്ലാന് ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ചു പൊളിക്കാന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ അലീനയാണെങ്കിൽ, ഇതെന്താ എന്നെ നോക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറയത്തില്ലെന്ന് കൃഷ്ണയോടും ബബിതയോടും ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ല ഇവിടെ പ്രധാനമന്ത്രി ഓർഡർ ഇട്ടല്ലോ, പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അനുസരിക്കാം. അതുപോലെ നിങ്ങളും സജഷൻസ് പറയണം, രേവതിക്കുട്ടി പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതിക്കുട്ടി പറഞ്ഞു, അതെ എല്ലാവരുടെയും സജഷൻസ് കേൾക്കാൻ, ഞാൻ ഒരു സജഷൻസും ഞാൻ തള്ളിക്കളയത്തില്ലെന്ന്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല രസമായിട്ട് നല്ലൊരു വർത്താനമൊക്കെ പറഞ്ഞ്, എന്താ പറയാ, ഒരു രസമായിട്ടിരുന്ന് എല്ലാവരും ആഘോഷമായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സീനാണ്. അപ്പൊ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രോഹിത്തും
രേവതിക്കുട്ടിയും ബബിതയും കൂടി എന്തൊക്കെയോ ഫോണിലൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സെൻഡ് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മാമച്ചൻ വന്നിട്ട്, അതെ രോഹിത്തെ, നിനക്ക് ഈ പെണ്ണുങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ബോറടിച്ചില്ലേ? ഓ, ബോറടിച്ചോന്നോ? എന്നാ പിന്നെ ബാ, നമുക്ക് ടൗൺ വരെ ഒന്ന് പോകാം, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് മേടിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതിനിപ്പോ എന്താ അങ്കിളെ, ബാ നമുക്ക് പോകാം. അല്ല നിനക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണോ? ഏയ് വേണ്ട, ഈ ഡ്രസ്സ് തന്നെ ധാരാളം. രേവതി പറയും, നിങ്ങളിത് എങ്ങോട്ട് പോവാ? ആ, ഞങ്ങൾ ഇത് എങ്ങോട്ട് പോവാന്ന് എഴുതി ഒപ്പിട്ട് തന്നിട്ട് പോണോ? രേവതിക്കുട്ടി എന്ന് മാമച്ചൻ ചോദിച്ചപ്പം, ആ പോണം, എഴുതി ഒപ്പിട്ട് തന്നിട്ട് പോണം. ദേ ഈ നിൽക്കുന്ന മുതലിനെ ഉണ്ടല്ലോ, എന്നെ അലീന ചേച്ചി ഏൽപ്പിച്ചിട്ട് പോയത്. അലീന ചേച്ചി വരുമ്പോ ചോദിക്കും, ദേ ഞാൻ നിന്നെ ഏൽപ്പിച്ച മുതൽ എന്തിയെ, അത് എവിടെ പോയെന്ന്. അപ്പൊ ഞാൻ എന്ത് പറയും, അതിനെ കാണാതെ പോയെന്നോ? അപ്പോഴത്തേക്കും രോഹിത് ചോദിച്ചു, അയ്യോടി, ഞാനെന്താ കൊച്ചുകുട്ടിയോ നിന്നെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട്? കൊച്ചുകുട്ടിയൊന്നും അല്ല, പക്ഷെ എന്നെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ. ദേ നീ പറഞ്ഞാ മതി അലീന ചേച്ചിയോട്, അങ്കിള് വന്ന് വിളിച്ചിട്ട് എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയെന്ന്. ഓഹോ, പിന്നെ അയ്യോ അങ്ങനെയൊന്നും നടക്കത്തൊന്നുമില്ല. അങ്ങനെ നടന്നാ മതി, മര്യാദയ്ക്ക് ചേച്ചി വരുമ്പോ അത് പറഞ്ഞോണം. വാ അങ്കിളെ നമുക്ക് പോകാന്ന് പറഞ്ഞോണ്ട് രോഹിത് അങ്കിളെ വിളിച്ചോണ്ട് അങ്ങ് പോയിട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബബിത പറഞ്ഞു, ഇവിടുന്ന് രക്ഷപ്പെടാനെ ഏത് വഴിയാന്ന് നോക്കിയിരിക്കുമ്പോഴത്തേക്കും അങ്കിള് വന്ന് വിളിച്ചത്. അപ്പൊ തന്നെ അങ്ങ് പോയി. അല്ല ബബിതേച്ചി, ഇനി നമ്മുടെ പ്ലാൻ എന്താ? അല്ല അലീന ചേച്ചി കുറെ സ്ഥലങ്ങളിൽ പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു. ആ, അത് പുറത്തു പോകുന്നല്ലേ, അത് നമുക്ക് 4 മണിക്ക് പോകാം. ഇപ്പൊ നമുക്ക് വേറെ എന്താ പ്ലാന്? ദേ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ് നേരെ അലീനയുടെയും കൃഷ്ണമോളുടെ അടുത്തേക്ക്. അങ്ങനെ ഇവര് മൂന്ന് പേരും അല്ല, സോറി, ഇവര് 4 പെണ്ണുങ്ങളും കൂടെ നേരെ ചെന്ന് ഒരു മുറിയിലിരുന്നു. എന്നിട്ട് നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു, ദേ നിങ്ങൾ ഈ മുറിയിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കുക, അപ്പോഴത്തേക്ക് ഞങ്ങൾ ബാക്കി പ്ലാൻ റെഡിയാക്കാം. അല്ല അലീന ചേച്ചി എന്റെ കൂടെ വരുന്നുണ്ടോ? അലീന ചേച്ചി അപ്പം പറഞ്ഞു, അലീന പറഞ്ഞു, ആ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അലീന ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും പോണെന്ന് പ്ലാൻ ഉണ്ടോ മക്കളെ എന്ന് കൃഷ്ണയോടും ബബിതയോടും ചോദിച്ചപ്പോഴത്തേക്കും, ആ അത് പിന്നെ ഞങ്ങൾക്ക് പോകാനായിട്ട് പ്രത്യേക സ്ഥലമൊന്നും അറിയത്തില്ലല്ലോ. രേവതി കുട്ടി പറഞ്ഞതുപോലെ എവിടെയാന്ന് വെച്ചാ പോകാന്ന് പറഞ്ഞപ്പം, എന്നാ പിന്നെ നമുക്ക് പോകാന്നേ, ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ പോകാം. പലീന ചോദിച്ചു, അല്ലടീ നീയാണോ ഈ തീരുമാനിക്കുന്നത് എങ്ങോട്ടേക്ക് പോകാം പോകണ്ടെന്നൊക്കെ? അല്ല അങ്കിളും ആന്റിയും കൂടെയല്ലേ തീരുമാനിക്കേണ്ടത്, ഒന്നാമത് അങ്കിളിന് വയ്യല്ലോ. അങ്കിളും ആന്റിയും വരത്തില്ലെന്നേ, അവര് വരത്തില്ല. ദേ നമ്മൾ രണ്ടുപേരും അല്ല, നമ്മൾ 5 പേരും ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് വേണേലും പ്ലാൻ ചെയ്യാം. അപ്പൊ അവരില്ലാതെയാണോ പോകുന്നത്? ആ പിന്നല്ലാതെ. അവരില്ലാതെ പോകുന്നത് ശരിയാകത്തില്ല അലീനെ. അല്ല അലീനെ നല്ല രേവതിക്കുട്ടി, അല്ല നമ്മുടെ കൂടെ വരത്തില്ല അലീന ചേച്ചി അവരല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ വെച്ച് കെട്ടി വെക്കൊണ്ട് പോണം, അല്ലേ കൃഷ്ണമോളെ? അയ്യോ എനിക്കറിയത്തില്ല. ഓഹോ ഇത് കൊള്ളാലോ, അലീന ചേച്ചി പറഞ്ഞു നിങ്ങൾ ഭയങ്കര വർത്താനക്കാരാണെന്നാണല്ലോ. നിങ്ങൾ എന്താ സംസാരിക്കാത്തത്? അപ്പൊ അലീന പറഞ്ഞു, എന്റെ പൊന്നു രേവതി, അവർക്കൊരു ഗ്യാപ്പ് കൊടുക്കുക, എന്നാലല്ലേ അവര് സംസാരിക്കത്തുള്ളൂ എന്ന് രേവതിയോട് ചോദിച്ചപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ആ എന്നാ അതാണോ? എന്നാ പിന്നെ ഞാൻ ഗ്യാപ്പ് തന്നെ, നിങ്ങൾ വിശേഷങ്ങൾ പറ. അല്ല കൃഷ്ണമോളുടെ ഡാൻസ് ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ അറിയാമോ, ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നുണ്ടെന്ന്? ഡാൻസ് ക്ലാസ്സിൽ പോകുന്നുണ്ടോന്ന് അറിയാമോന്നോ? അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നോട് അലീന ചേച്ചി വിളിച്ച് പറയാറുണ്ട്. ഞങ്ങൾ പിന്നെ ഫോണിൽ സംസാരിക്കുന്നത് എന്താണെന്നാ നിങ്ങൾ ഓർത്തിരിക്കുന്നത്? അപ്പം ബബിത പറഞ്ഞു, ആ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ സംഭാഷണം കുറച്ച് കൂടുതലാട്ടോ. ആ കൂടുതലാണോ? അതെ, ഞങ്ങൾ ഈ ഫോൺ സംഭാഷണം മാറ്റിയിട്ടുണ്ടല്ലോ, ഇനി വീഡിയോ കോൾ ചെയ്താലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നിങ്ങനെ രേവതിക്കുട്ടി പറഞ്ഞിങ്ങനെ കളിയാക്കാണ് കേട്ടോ. എന്നിട്ട് രേവതിക്കുട്ടി ചോദിച്ചു, അല്ല അതൊക്കെ പോട്ടെ, അല്ല കൃഷ്ണമോളുടെ ഡാൻസ് പഠിത്തം അതിനെക്കുറിച്ച് കണ്ടിന്യൂ ചെയ്ത് അതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. എനിക്ക് ഡാൻസ് ഇഷ്ടമാണേ, ഞാൻ ഡാൻസ് പഠിക്കണത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ്. ഞാൻ മാത്രമല്ല, ഈ ബബിതേച്ചിയും പഠിച്ചിരുന്നു. പക്ഷേ ബബിതേച്ചി മടിച്ചാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ മടിയായിട്ടൊന്നുമല്ല, അമ്മ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും 10th കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ഡാൻസ് കളി നിർത്തിക്കോ, അതെല്ലാം മടക്കി പൂട്ടി വെച്ചോളാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ വെച്ചതാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, ദേ ഈ ചോദിക്കുന്ന ആൾ ആരാന്നാ വിചാരം, ഇവള് നല്ല ഡാൻസുകാരി, ഇവള് ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നല്ല ഡാൻസ് കളിക്കും ഇവളെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാനേ ഡാൻസുകാരി ആയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കൃഷ്ണയ്ക്കും ബബിതയ്ക്കും കേൾക്കണോ? ഞാൻ ഡാൻസുകാരി ആയത് ഈ അലീന ചേച്ചി കാരണം. സ്നേഹനീഹതയിൽ എന്ത് പ്രോഗ്രാം വന്നാലും എന്നെ അപ്പം ഡാൻസ് കളിക്കാൻ സ്റ്റേജിൽ കയറ്റും. വാർഷികത്തിനും അതുപോലെ ആരുടെയെങ്കിലും ബർത്ത്ഡേക്കും എന്തെങ്കിലും ഫംഗ്ഷനും ഒക്കെ എന്നെ ഡാൻസ് കളിപ്പിക്കുമായിരുന്നു. അത് ഈ അലീന ചേച്ചിയാണ് പഠിപ്പിച്ചത്. അപ്പോൾ അലീന ചേച്ചി അല്ലേ സത്യത്തിലെ ഡാൻസുകാരി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതിക്കുട്ടിയോട് അലീന പറഞ്ഞു, ഇടി ഗ്യാപ്പ് കൊടുക്കടി, ഗ്യാപ്പ് കൊടുക്കടി, ഗ്യാപ്പ് കൊടുക്കുക, അവർക്ക് സംസാരിക്കണ്ടേ? അല്ല ഇവർ സംസാരിക്കുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ കയറി സംസാരിക്കുന്നത്. എന്നാൽ അതൊക്കെ പോട്ടെ. അല്ല പിന്നെ വേറെ എന്താ ഇനിയിപ്പം നമ്മുടെ പ്ലാനും പദ്ധതിയൊക്കെ നിങ്ങളല്ലേ തയ്യാറാക്കുന്നത്, നീയല്ലേ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് നീ എന്താന്ന് വെച്ചാൽ കാണിക്കുക. അല്ല ഒരു കാര്യം ചെയ്യാം, ബബിതയും കൃഷ്ണമോളും ഇവിടെ കിടക്കട്ടോ, ഞങ്ങൾ അപ്പുറത്തേക്ക് പോകുകയെന്നും പറഞ്ഞുകൊണ്ട് ഇവരപ്പുറത്തേക്ക് പോയി. അങ്ങനെ കൃഷ്ണമോളും ബബിത മോളും കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ
ബബിത പറഞ്ഞു, ഓ ഇതുപോലൊരു അനീതിനെ കിട്ടുമായിരുന്നെങ്കിൽ അവർ തമ്മിൽ നല്ല സിങ്കല്ലേ. സത്യത്തിൽ ചേച്ചി അനീതിയും പോലെ തന്നെയുണ്ട്. അതുപോലൊരു അനീതിനെ കിട്ടണമെങ്കിലേ ചേച്ചി അങ്ങനെ ആകണം. ചേച്ചിമാരങ്ങനെ ആയാലേ അനീതിമാരങ്ങനെ ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ, ഞാൻ പോയി കിടക്കുമെന്ന് പറഞ്ഞു മാറി ഒരു മൂലയ്ക്ക്, അതായത് കട്ടിലിൻ്റെ ഈ സൈഡിൽ നമ്മുടെ ബബിതയും ആ സൈഡിൽ നമ്മുടെ കൃഷ്ണമോളും പോയി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടും അടുത്തടുത്തടുത്തടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് മാമച്ചനും ഗ്രേസിയും കൂടെ നമ്മുടെ അലീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. കാരണം ഇവരെ അങ്ങ് റൂമിൽ കയറ്റിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നീ പാലായിന്ന് പോവാന്ന് കേട്ടല്ലോ മോളെ, എന്താ നീ പാലായിന്ന് പോകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അലീന കാര്യങ്ങളൊക്കെ പറയാണ്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, പാലയിൽ നിന്ന് കഴിഞ്ഞാൽ വെറുതെ ഒരു കുടുംബം അത് വേണ്ട, ഞാൻ നശിപ്പിച്ച് കളയത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു, ദേ ഞാനൊരു കാര്യം പറയട്ടെ, അലീന ചേച്ചി ആ വീട്ടിൽ ചെന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇപ്പം തന്നെ എല്ലാവർക്കും എന്തൊരു മാറ്റം അലീന ചേച്ചി. ദേ ഇപ്പം തന്നെ കണ്ടില്ലേ കൃഷ്ണമോളും രോഹിത്തും ബബിതയും രോഹിത്തും എന്തായിരുന്നു രണ്ടുപേരും, എന്ത് വിരോധമായിരുന്നു അലീന ചേച്ചിയോട്. ഇപ്പം എന്ത് സ്നേഹമോ രണ്ടുപേർക്കും. അപ്പോഴത്തേക്കും പാലയിൽ നിന്ന് അങ്ങ് പോകാമെന്ന് തീരുമാനിച്ചാൽ അവരൊക്കെ സഹിക്കുമോ? അവരൊക്കെ സഹിക്കൂലെന്ന് എനിക്കറിയാം മോളെ. പക്ഷേ പോകാതിരുന്നാൽ ശരിയാവില്ല. ഞാൻ ഉള്ള കാലം മുഴുവൻ അവിടെ നിൽക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ വന്നത്. ഒരവകാശമോ ഒരധികാരമോ ഒന്നും എനിക്ക് വേണ്ട. അവർ സമാധാനത്തോടു കൂടി ജീവിക്കണം. പണ്ടത്തെ പോലെ സമാധാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ.